It's not that unusual when everything is beautiful. It's just another ordinary miracle today. The sky knows when it's time to snow. Don't need a teacher seed to grow. It's just another ordinary miracle today. It's in your nature to care for others, to listen, to advise, to always be there. Isn't it nice that there's a pharmacy that cares as much as you do? It's just another ordinary miracle. Medicine and more. Care and Cure, the largest pharmacy chain in Qatar. ഇവന്റെ ഒരു പോയത്വം കേട്ടോളാ മക്കളെ. നമ്മൾ ഉസ്മാൻ നാട് വിട്ട് പോവാൻ പോവാ. ഓനോന് ഇഷ്ടപ്പെട്ട പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടി പോവാൻ പോവാ. അല്ലടാ, ഇങ്ങനെ ബേജാറായി നിക്കല്ലേ, ഒന്ന് ചിരിക്ക്, ഞാനൊന്ന് കാണട്ടെ. അന്റെ സഞ്ചിയിലെന്താ തുണി കുപ്പായ? അല്ല, ഈ എന്റെ ചെരക്കണ കത്തിയെടുത്തുക്കണല്ലോ അല്ലേ? ഈമെടുക്കനാ ഒന്നും ഈ മറന്നിട്ടില്ല. പക്ഷേ ഒരു കുഴപ്പമുണ്ടല്ലോ ഉസ്മാനെ, അന്റെ കൂടെ ഈ യാത്രയില് ഈ കരുതണ പോലെ എന്റെ മോൾ ആമീനുണ്ടാവും. കണ്ടോ, ഞെട്ടിപ്പോയി. ഹംസക്ക, എനിക്ക് ആമീനെ പെരുത്തിഷ്ട. ഞാൻ ഓളെ കൊണ്ട് എവിടെങ്കിലും പോയി ജീവിച്ചോളാം. അനക്കെന്നെ അറിയാലോ, ആനക്കൊല്ലി ഹംസാന്ന് ഈ നാട്ടുകാര് ഞമ്മക്ക് കിട്ടുന്ന പേര് ഞമ്മളോടുള്ള അതിർപ്പം കൊണ്ടല്ല. ഏത് കൊലക്കൊല്ലി കൊമ്പനും ഈ ഹംസാന്റെ മുമ്പില് മുട്ടും കുത്തി നിൽക്കുന്നു പറഞ്ഞിട്ട് തന്നെ. അതിനെങ്ങാൻ ഇടം തിരിഞ്ഞാൽ ഒറ്റ തെര മതി ഹംസാക്ക്. മസ്തകത്തിൽ ഇത് പൊട്ടിക്കാൻ പൊട്ടിച്ചിട്ടുണ്ട്, ഒന്നല്ല ഒരുപാട്. അതൊക്കെ പഴങ്കഥ ഉസ്മാനെ. ഇപ്പൊ എനിക്കൊരൊറ്റ മോഹേ ഉള്ളൂ, എന്റെ കുഞ്ഞാമിനുവിനെ മംഗലം വീട്ടി തറവാട്ടിലെ പുതുപ്പെണ്ണാക്കി പറഞ്ഞേക്കണം. അതിന്റെ ഒരു മോഹ കുട്ടിയെ. 18 ആനയും പന്തിയും 16 വാലിയക്കാരും 17,000 പറ നെല്ലും പാട്ടം കൊടുക്കാൻ കൽപ്പുള്ള പറഞ്ഞാ തീരാത്തത്ര പറമ്പുള്ള മംഗലം പള്ളി തറവാട്ടിലേക്ക് എന്റെ കുഞ്ഞാമിനുവിനെ കെട്ടിച്ചു വിട്ടാൽ ഈ ആനക്കൊല്ലി ഹംസ ആരാ? ഹംസ മുതലാളിയാ ഉസ്മാനെ. അതുകൊണ്ടാ 3ാം കെട്ടായിട്ടും ആദ്യത്തെ മക്കൾ 9 ഉണ്ടായിട്ടും 3ാമത്തെ ബീവിയായിട്ട് മംഗലം പള്ളി മമ്മദാജിക്ക് ഞാൻ എന്റെ കുഞ്ഞാവിനോട് കെട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒരു കല്യാണത്തിന് ഈ ആയിട്ട് വിലങ്ങി നിന്നാൽ ഉസ്മാനെ, ഇത് കണ്ട ഈ പണ്ട് മലപ്പുറത്തുനിന്ന് മൂസാജി തന്ന സമ്മാന. ഇതങ്ങോട്ട് കയറ്റി 4 ചോറക്കല് ചൊറച്ചാലുണ്ടല്ലോ നായിന്റെ മോനെ, നിന്റെ ഈ നാറിയ കുടല് 49 കഷ്ണങ്ങളായിട്ട് മുറിയും. അത് വേണ്ടെങ്കി പൊയ്ക്കൊള്ളണം. നിന്റെ ആമിനുന്റെ കണ്ണിപ്പെടാതെ ഏതെങ്കിലും നാട്ടിൽ പോയി പെച്ചോളണം നീ. നാളെ നേരം വെളുക്കുമ്പോ ഈ നാട്ടിൽ എവിടെങ്കിലും ഉണ്ട് എന്നറിഞ്ഞ അന്നെ ഞാൻ പള്ളിപ്പറമ്പിൽ അല്ലടക്കല്.
നീ എങ്ങനെ എന്നെ തുറന്നു വിട്ടതാ. വാ, വാ, പോവാം. ഓരോ തിരയും കരയിൽ നോവാലെഴുതും കഥ പോലെ ആരോ ചിരിയാൽ മിഴിനീർ മഴവില്ലാക്കും കല പോലെ നേരം പോക്കിനായി കാലം വിളയാടുന്നു നേരം പോക്കിനായി കാലം വിളയാടുന്നു പാരിന്റെ സ്വപ്നങ്ങളാലേ ഓരോ തിരയും കരയിൽ നോവാലെഴുതും കഥ പോലെ നേരം പോക്കിനായി കാലം വിളയാടുന്നു പാരിന്റെ സ്വപ്നങ്ങളാലേ ഹൃദയം നിറയെ വാത്സല്യവുമായി ഉദരത്തിലേറ്റിയ ഭാരം ഹൃദയം നിറയെ വാത്സല്യവുമായി ഉദരത്തിലേറ്റിയ ഭാരം ഒപ്പം വരുമോ യാത്രയിൽ ഒറ്റയ്ക്കായിടും നേരം താരാട്ടിലൊഴുകുന്നതീ സാരം രാരീരം 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 ഓരോ തിരയും കരയിൽ നോവാലെഴുതും കഥ പോലെ ആരോ ചിരിയാൽ മിഴിനീർ മഴവില്ലാക്കും കല പോലെ നേരം പോക്കിനായി കാലം വിളയാടുന്നു പാരിന്റെ സ്വപ്നങ്ങളാലേ ജനമൃതികൾ ചതുരംഗം തുടർന്നു ജീവിതം കരുവാക്കി ജനമൃതികൾ ചതുരംഗം തുടർന്നു ജീവിതം കരുവാക്കി ആ മത്സരത്തിൽ സകലം തുലയ്ക്കും ആയുസ്സിനഴൽ മാത്രം ബാക്കി ഇവിടെ ദുനിയാവിരുളിൻ മലകൾക്കുള്ളിൽ കേഴുന്നു ഇവിടെ ദുനിയാവിരുളിൻ മലകൾക്കുള്ളിൽ കേഴുന്നു ദൂരത്തെങ്ങോ നീളും സ്നേഹത്തിൻ്റെ കരങ്ങൾ ദൂരത്തെങ്ങോ നീളും സ്നേഹത്തിൻ്റെ കരങ്ങൾ ആരാരും കാണാതെ മങ്ങുന്നു ഓരോ തിരയും കരയിൽ നോവാലെഴുതും കഥ പോലെ ആരോ ചിരിയാൽ മിഴിനീർ മഴവില്ലാക്കും കല പോലെ നേരം പോക്കിനായി കാലം വിളയാടുന്നു പാരിന്റെ സ്വപ്നങ്ങളാലേ
ഔക്കറേ 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 എന്റെ പടച്ചോനെ ഈ നേരം എടുക്കാൻ നേരമില്ലാണ്ട് ഈ കുണ്ടനിത് ഏത് ബാപ്പാനെയും തെരഞ്ഞു പോയതാണാവോ. ഔക്കറേ എന്നെ കൊണ്ട് വയ്യ, എപ്പോഴും വെച്ച വന്നോട്ടെ. ഞാൻ നോക്കൂല. ആടെ നിന്നിട്ട് കൂറാവുക്കറേ, എനിക്ക് അതാ നല്ലേ. കൂറാവുക്കറങ്ങളെ വാപ്പ ആടെ നിൽക്കാവുക്കറേ. ഞാൻ നോക്കൂല, ഞാൻ വന്നിട്ട് നമുക്ക് കിട്ടൂല. ചിലക്കാനാടെ നിന്നിട്ട് നമുക്ക് എനിക്ക് അതാ നല്ലേ. പോയിക്കാണെന്ന് എനിക്ക് ശ്വാസം മുട്ടിട്ട് വരാതെ നോക്കി നമുക്ക് ആടെ നിന്നോട്ടോ എറിഞ്ഞാ തള്ളിവിടുക തന്നെ. നോക്കി എന്നെ നോക്കി കൊഞ്ഞനം കാട്ടിയാണ്ടല്ലോ കോട്ടയാണ് അണ്ണാക്ക് കുത്തിയിരുന്നു. ഈ എന്റെ കരുനാക്ക് വലിച്ച എന്തോ പറഞ്ഞിട്ടുണ്ടാവും. അതന്നെ ഔക്കറേ, ഈ നേരം വെളുക്കുമ്പോ തന്നെ എന്റെ മുഖത്ത് നോക്കി കരിന്നാണോ പറയണ്ടോ? പിന്നെ എന്തിനാ ആ പോക്കരാക്ക് അന്നെങ്ങനെ മനുഷ്യന്മാര് നായ്പെട്ടികളെ ഓടിക്കുന്ന ശേൽക്ക് ഓടിപ്പിച്ചത്? എന്താ അനക്ക് മിണ്ടാൻ കഴിയില്ലേ? ഓനങ്ങോട്ട് പുറത്തേക്ക് ഇറക്കി, ഓനെ കൊണ്ട് ഞങ്ങൾ മിണ്ടിച്ചോളാം. നിലത്ത് വെച്ചാലോ? മാട മക്കളെ, നിലത്തിറക്കല്ലേ. കാലുമല അപ്പ കുറ്റി കേറിയാണ്. നിക്കാനാവൂല, എനിക്ക് നിക്കാനാവൂല. എന്റെ പടച്ചോനെ, എന്താ പറ്റിയ പോക്കരാക്ക? ഒന്നും പറയണ്ട എന്റെ ആമുല. അന്റെ കുണ്ടന്റെ തൊള്ളയില നാവിനോണ്ട് എന്റെ നെഞ്ചും പോറും പാമ്പു തോല് കഴിച്ചേ. ഇപ്പൊ എന്തിനാ ഓനെ വിളിച്ചിനേ? അല്ല, ഓനെന്താ പറഞ്ഞെന്ന് അറിയണല്ലോ. മാണ്ട ആമുല, അതൊന്നും വേണ്ട. ഓന്റെ ആ തൊള്ളോണ്ടിഞ്ഞ് ഒന്നുകൂടി പറയിപ്പിച്ചല്ലേ. ഓന്റെ ആ ഒരു പറച്ചിലും കൂടി താങ്ങാനുള്ള ആഫിയത്ത് ഇന്റെ ഈ തടിക്കില്ല. അനക്കൊക്കെ ഈറ്റിങ്ങൾ പറഞ്ഞു തരും, പറഞ്ഞു കൊടുക്കണ റഫീക്ക്. ഈ പോക്കറാക്കൊക്കെ നമ്മുടെ പുത്തമ്പരക്കുള്ള ഔക്കറാജിയുടെ മകൻ ജബ്ബാർ ഗൾഫിൽ നിന്ന് വന്നപ്പോ ഒരു വലിയ കുട കൊടുത്തി. ഫോറിനാ ആ കൊട ഈ പോക്കർക്ക് ഇങ്ങനെ വലിയ സന്തോഷത്തോടുകൂടി ഇങ്ങനെ തുറക്കുമ്പോഴാണ് നിങ്ങൾ ഔക്കറാടെ വന്ന് അതോ കോട 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 മായാ മായാ കോട 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 കോട. ഇങ്ങോട്ട് നോക്കി. എന്താ എനിക്ക് വേണ്ടിയത്? വലിയ കോട എന്തേ? ഫോറിനാ? ഏതായാലും അനക്കെന്താ? കോപ്പിയാ കോപ്പി. തോപ്പിയാലും കോപ്പിയാലും അനക്കെന്താന്ന്? എന്തുമില്ല. എന്നാ പോയിക്കോ. നാളെ കൊട ആയിക്കോട്ടെ, അനക്ക് മുടക്കൊന്നുമില്ലല്ലോ. അല്ല, ഇമ്മാതിരി കൊടണ്ടെങ്കിലേ കല്യാണത്തിനൊന്നും പന്തലിടേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ആമാരി കൊടല്ലത്. അതൊക്കെ കൊട. പടച്ച റബ്ബേ, എല്ലടക്കം പുറത്തടിനല്ല എന്റെ ബദലീകളെ, കൊടായൊരു കോലം. നിക്കടാറെ, നമുക്ക് നിക്കാടെ. അതാണ് ഉണ്ടായത്. ഇതിപ്പോ എന്താ പറ്റിയത്? ഇതും എന്റെ കരുനാക്ക് വളച്ചെന്നെ, അല്ലാണ്ടെന്താ? ഞാറക്കൊക്കെ പറഞ്ഞ ചേൽ കാണുമല്ലോ, ഞാൻ ഓനെ പ്രാർത്ഥിച്ച്. ഏതായാലും ഓൻ അത് പറഞ്ഞപ്പോഴത്തിന് ഞാൻ വീണിക്കണ്. ചെറുക്കല്ല് നീണീച്ച് എന്റെ തടിമിൽക്ക് നോക്കിയപ്പോ ബോട്ടി തോലൊളിച്ച ചേലിക്ക് ഒരു വെള്ള നാറായിക്കണ് ഞാന്. പിന്നെ സറാസറാന്ന മേത്തുനിന്ന് ചോരൊലിച്ച്. എന്റെ റബ്ബേ, എന്താ ഈ കുണ്ടനെ കൊണ്ട് ഞാൻ ചെയ്യാനൊന്നുമില്ല ആമനാത്ത. കയ്യിൽ പൈസ എന്താ ഉള്ള വെച്ചാ ഈ പോക്കരക്കാക്കാണ് കൊടുത്താളി. ഇപ്പൊ തന്നെ ഈ കെട്ടിപ്പോയിഞ്ഞതിന് $500 ചെലവായിക്കണേ. പിന്നെ ഓർഡർസിന്റെ പൈസയും. എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഒന്നും ഇല്ലല്ലോ പോക്കരാക്കെ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല താത്ത. നിങ്ങളെ കയ്യിൽ പൈസ ഇല്ലെങ്കിലേ ഞങ്ങൾ ഇതിനിടെ വെക്കും. വെക്കല്ലി മക്കളെ വെക്കല്ലി. അപ്പ കുറ്റി ഇന്നത്തെ ഒരു ദിവസത്തെ പണിയെ മുടങ്ങിയത്. വൈകുന്നേരം ചില്ലാനം വാങ്ങാൻ വെച്ച പൈസ ഏതാണെങ്കിലും വേണ്ടില്ല.
ആമിന ഞാൻ എന്നാലും മറ്റന്നാൾ വരാട്ടോ. അതെന്തിനാ? ചേമ്പ് വയറക്കാന്. ഏട്ടോ മറ്റന്നാളല്ലടോ തയ്ച്ച് കെട്ടിടേ, അതിന് പൈസ വേണ്ടേ? ഓ, ഞാനത് മറന്ന്. പിന്നെ ആമിന, പടച്ചോനെ വിചാരിച്ച് എന്റെ ഔക്കറിനെ ഞാൻ ഭജി നടക്കണ ബൈമൽക്ക് പറഞ്ഞയക്കരുത്. ഓൻ തൊള്ള തുറന്നാല് ചിലപ്പോ ഞാൻ മയ്യത്തായി പോവും. അതുകൊണ്ടാ എന്നാ പോവല്ലേ? താങ്ങി താങ്ങി ഒരു കനോ മല്ലനെ 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 ഓക്കരൊക്കെ പോയുമ്പോ ഇല്ലടാ, കുറച്ച് ജീവനും കൂടി ബാക്കിയുണ്ടായേക്ക്, അതും കൂടി പോക്കണാ. അയാൾ വരുമ്പോ ഞാൻ തൊടാനാ. വരമ്പ് തടഞ്ഞിട്ടൊന്നല്ല ഔക്കറേ, അന്റെ ഈ കരുനാക്ക് തട്ടിട്ട് തന്നെയാ ആയിട്ടേക്ക് ഓരോന്ന് പറ്റണത്. അനക്ക് ഈ പോണ പാട്ടിന് പോയാ പോരെ, നാവും വിലങ്ങത്തിലിട്ടാണ്ട് ഓരോന്ന് ചിലക്കണോ? Safari Mall. Safari, world-class shopping experience. പിന്നെ ഔക്കറ് വെറുതെ കുളുസ് വന്നൂല്ലേ? എവിടെയായി? ഇങ്ങോട്ട് അടുത്തു വാ കുട്ടിയെ. എന്നെ പറ്റിക്കായി മിണ്ടാണ്ടിരിക്കല്ലേ? ഈ വന്നൂന്ന് എനിക്കറിയാ. ഈ എന്നെ കളിപ്പിക്കാണ്ട് ഇങ്ങോട്ട് അടുത്തു വാ കുട്ടിയെ. നിങ്ങൾ സമ്മതിച്ചിട്ടോ? ഇങ്ങനെ കൊച്ചല്ലാതെ വന്നിട്ട് നിങ്ങളെ തിരിച്ചറിഞ്ഞില്ലേ? നിങ്ങൾക്ക് കണ്ണില്ലെങ്കിൽ എന്താ നല്ല എന്നെ പറഞ്ഞ് കണ്ണ് പറ്റിക്കല്ലോ. ആകെയുള്ള ചെവിയുടെ പൊട്ടിപ്പോയാല് ഞാൻ സൂചി പൊട്ടിയ റേഡിയത്തിന് പോലെ മൂലയിലാവും. ആ ഒക്കെ അവിടെ ആക്കട്ടെ. ഞാൻ പോയ പിന്നെ എന്റെ നാക്കൊണ്ട് ഈ നാട്ടുകാർക്ക് എന്തൊക്കെ പറ്റിയത്? എങ്ങനെയാ ഔക്കറെ ചിരിക്കാണ്ടക്കണ്? കരുനാക്കുള്ളവനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിക്കണ്. പക്ഷെ കരുനാക്കനെ പേടിക്കുന്ന നാടിനെ പറ്റി കേട്ടതേ എന്റെ ഈ നാടിനെ പറ്റി മാത്ര. ഒക്കെ വെറുതെ പറയണ പപ്പേ. കട്ടകാലം പിടിച്ചോണ്ട് അണ്ണാക്കിൽ കൊട്ടക്കൈയിൽ കുടുങ്ങിയൊക്കെ എന്റെ കാര്യം. ആർക്കും എന്ത് വെച്ചല്ലോ എല്ലാരും എന്നെ കൊള്ളേ പാണ്ട നടക്കാനായിട്ട് ഞാനാണ് എന്തൊക്കെ പറഞ്ഞു ചെയ്യും. എന്റെ കുട്ടി ബേജാറാവണ്ട. ഒക്കെ അസൂയക്കാര് വെറുതെ പറയണല്ലേ. പറയണ്ടോ? എന്താ രസമുണ്ടോ? നല്ല രസമുണ്ടേ. അവനെ കീഴ്പെട്ടർക്കാതെ തൊള്ളയിലിട്ട് ഇങ്ങനെ കടിച്ചോണ്ടിരിക്ക. കടലമുട്ടായരോട് എനക്കെന്താ അത്ര പൂതി? ഈ കളിയിലും പപ്പേ കടലമുട്ടായി എപ്പ കണ്ടാലും ആപ്പന്റെ തൊള്ളയിൽ കപ്പലോടും. ഉപ്പാപ്പാനി ഈ കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ കാണുള്ളൂ കേട്ടോ. എന്താ നിങ്ങൾ ഹജ്ജിന് പോവാ? ഹജ്ജിനോ? ഞാനോ? അതിനൊന്നും ഉപ്പൂപ്പാന്റെ അടുത്ത് പൈസ ഇല്ലല്ലോ ഔക്കറെ. ഉപ്പൂപ്പാന്റെ ഈ കാലിന്റെ വേദന വല്ലാണ്ട് കൂടുന്നുണ്ട്. പൊന്നാനിയിലൊരു തങ്ങളുണ്ടോലെ,
ഒരൊറ്റ കന്നാസ് വെള്ളം കൊണ്ട് എല്ലാ സൂക്കേടും നുള്ളിയെടുക്കുന്ന പറഞ്ഞിട്ട്. ഏതായാലും കരീമിന്റെ ലോറി നാളെ പൊന്നാനിക്ക് ചരക്കെടുക്കാൻ പോകുമ്പോ ഞാൻ അതിൽ കേറി കുത്തിരിക്കും. പൈസ കൊടുക്കാണ്ട കഴിച്ചിലാവാലോ. ഞാനും പോട്ടെ പപ്പ കുഴപ്പം. ആ എന്തിനാ? ആനക്ക് ഉപ്പാപ്പാനെ പോലെ വേദനയൊന്നുമില്ലല്ലോ. വേദന ഉണ്ടായിട്ടൊന്നുമല്ലോ പപ്പേ. ആ തങ്ങളെ കൊണ്ട് എന്റെ പള്ളേനകത്തിൽ ഈ കൂറേണ നിൽപ്പിക്കാനാ. ഇവന്റെ ഒരു കാര്യം, അന്റെ പള്ളേന്റെ അകത്ത് കൂറൊന്നുമില്ല ഉക്കറെ, ഒക്കെ എന്റെ തോന്നലാ. ഓൽക്കേ തോന്നല് എന്റെ പള്ളേനകത്തുള്ള എനിക്കല്ലേ അറിയുള്ളൂ. ചില നേരത്തെ എന്റെ പള്ളേന്റെ അകത്ത് നീ പണ്ടാറം പറക്കലോ കടിക്കലോ കൂത്തലോ എന്തൊക്കെയാ കാണിക്കണ അറിയോ? ഒക്കെ സഹിച്ചോളാം. കൂറന്റെ മീസുണ്ടല്ലോ, അവിടെ ഒരു കൂത്തലുണ്ട്. വേദനയാവേ എനിക്ക് എന്തൊക്കെയാവും. എന്റെ ഔക്കറെ, അന്റെ ഒരു പോയത്തോ ഔക്കറെ. ഒരു ജീവിക്കും ഒരു മനുഷ്യന്റെ വയറ്റില് ജീവനോടെ നിൽക്കാൻ പറ്റൂല. ആയിട്ടിങ്ങൾ ശ്വാസം കിട്ടാണ്ട ചത്തുപോവും. അപ്പൊ പള്ളേനകത്തുള്ള പാമ്പനോ അതിന് ജീവല്ലേ? അതിനിപ്പോ എന്താ പറയാ? ഒന്നും പറയല്ല. പാമ്പന് ജീവന്റെ ഉറക്കും ജീവൻ ഉണ്ടാവും. പണ്ട കടങ്ങാൻ ഇതൊന്ന് പോയി കിട്ടാൻ വേണ്ടി ഡിക്കൊല്ലാൻ പറഞ്ഞിട്ട് 16ാമത്തെ പ്രാവശ്യം വയറിളക്കി നോക്കി. എവിടെ പഞ്ചായത്ത് വെള്ളം ചുറ്റാൻ പള്ളേന്റെ അകത്ത് ഇങ്ങനെ പോകുന്നല്ലാതെ ഒരു കോണം എനിക്ക് തരം ഉണ്ടായിട്ടില്ല. ഒക്കെ ശരിയാവൂക്കറെ, ഈ ഒന്ന് സബൂറാവ്. ഈ കൈ ഒന്ന് പിടിച്ചാ ഞാൻ ഇറങ്ങട്ടെ. അല്ല അപ്പങ്ങള് ഉമ്മാനെ കാണാൻ നിക്കണില്ലേ? ഇല്ല, ഇനി വരുമ്പോ കണ്ടോളാ. ഉപ്പാപ്പ ഒരു കാര്യം പറഞ്ഞ ഈ കേക്കോ? ഈ നാട്ടിലുള്ളവർക്ക് അന്നെ കാണുന്നത് പേടിയാ. ഈ എന്തെങ്കിലും പറഞ്ഞാല് അറം പറ്റുന്ന നാട്ടിലുള്ളവരെ വിചാരം. അതില് നേരുണ്ടോ നേരില്ലേന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഏതായാലും ഈയായിട്ട് ഇനി ആരോടൊന്നും പറയാൻ പോവരുത്. ഒരു വീട് വെറുത്ത നമുക്ക് ജീവിക്കാവുക്കറേ, പക്ഷെങ്കില് ഒരു നാട് വെറുത്ത പിടിച്ചു നിൽക്കാൻ പറ്റൂല. ഭാഗ്യം, ഞാൻ പേടിച്ചടവാൻ കണ്ടില്ല. നീ പേടിച്ചു പോയി അല്ലേ? നീന്തലാരനൊക്കെ കേട്ടല്ലോ. ശരിയാ. പിന്നെ നാളെ ഈവനിങ്ങിലുള്ള ഫ്ലൈറ്റിൽ ഞാൻ ഡൽഹിക്ക് പോവുകയാണ്. അവിടെ വെച്ചാണ് എന്റെ ആദ്യത്തെ പൊരുതൽ. നിങ്ങൾ പടക്കോഴിയൊന്നല്ലല്ലോ പൊരുതാൻ. പോകുന്നത് പൊരുത്തുകോഴിയുടെ പൊരുതലിനല്ല, ഞാൻ പറഞ്ഞത് നീന്തൽ പൊരുതൽ. ഐ മീൻ ടൂർണമെന്റ്. ലോകരാഷ്ട്രങ്ങൾ എന്നെ കൊത്തിക്കൊണ്ടുപോകാൻ വട്ടമിട്ട് ചിറകടിച്ച് പറക്കുകയാണ്. പക്ഷേ ഞാൻ പോകില്ല, കാരണം ഐ ആം ഇന്ത്യൻ. തന്നെ പിന്നെ നോക്കൂ, ഇനി നമ്മുടെ ഈ മാരം കയറിയ ലോകം അറിയാൻ പോകുന്നത് ഇന്ത്യൻ നീന്തൽ താരം ഷുക്കൂർ അലിയുടെ നാട് എന്ന പേരിലായിരിക്കും. അല്ല സുക്കൂർക്ക, നിങ്ങൾ ഈ വലിയ നീന്തലാരനൊക്കെ ആവുമ്പോ ഈ സ്വർണത്തിന്റെ വട്ടക്കണിയൊക്കെ കിട്ടൂലേ? സ്വർണത്തിന്റെ വട്ടക്കണിയല്ല ഒക്കറേ, സ്വർണം ഗോൾഡ് മെഡൽ തന്നെ തന്നെ. അത് കിട്ടിയാലേ എനിക്ക് തൊട്ടൊക്കെ തരണേ, എനിക്ക് പൂരായിട്ടാ. ഓ ഷുവർ, വീട്ടിലേക്ക് വന്നാൽ മതി, ഞാൻ തിരിച്ചും മറച്ചും തൊട്ടു നോക്കാൻ തരാം. ഔക്കു, ഞാൻ സ്വിം ചെയ്യുന്നത് നീ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, എങ്കിൽ കാണിച്ചു തരാം. എന്താ എന്ത് രസം അറിയോ? എനിക്കല്ലെങ്കിലും പടച്ചവൻ സൗന്ദര്യം വാരി കോരി തന്നിട്ടുണ്ട്. സത്യം പറയാലോ, നിങ്ങളപ്പ കണ്ട അലുവ പൂച്ച കത്തിയാ തോന്നും. വല്ലാതെ വേദനിക്കണുണ്ടേ പറയണട്ടോ, ഒരു ഇഞ്ചക്ഷൻ എടുക്കാം. വേണ്ട സിസ്റ്ററെ, ഇഞ്ചക്ഷൻ വേണ്ട, ഗുളിക മതി. ഈ പ്രാണവേദനക്കൊപ്പം ഇഞ്ചക്ഷന്റെ വേദനയും താങ്ങാനാവില്ല. ഡോക്ടർ എന്താ പറഞ്ഞത്? എല്ലിന് 16 ഫ്രാക്ചർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി 3 വർഷത്തേക്ക് നീന്തുന്നത് പോയിട്ട് ഒന്ന് മുങ്ങി കുളിക്കാൻ പറ്റും തോന്നുന്നില്ല. സാറിന് ഈ തടി വെച്ച് നീന്താനൊക്കെ കഴിയോ? പിന്നെ നീന്തുന്ന കാര്യത്തില് സാറിന് തടി ഒരു പ്രശ്നമല്ല, പക്ഷേ വെള്ളം പ്രശ്ന. ഭക്ഷണമൊക്കെ നന്നായി കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിച്ചോളാം. അതിന് തന്നാലല്ലേ.
ഇതിന്റെ ഉള്ളിൽ കൂടെ താഴേക്ക് ഇറങ്ങി പോണതേ അവിടെ സ്ഥിരമായി തങ്ങിക്കിടക്കാനുള്ളല്ല, പുറത്തേക്ക് വരും. അത് ഒഴിവാക്കാൻ പറ്റണ അവസ്ഥയാണ്. ആണോന്ന്? അതാ പറഞ്ഞത്, പരസഹായമില്ലാതെ എന്ന് സ്വന്തം കാര്യം ചെയ്യാൻ പറ്റുന്നോ അന്ന് ഞാൻ എന്തെങ്കിലും കഴിക്കാൻ തരും. അതുവരെ ഗ്ലൂക്കോസ് മതി. അപ്പൊ ഡോക്ടർ പറഞ്ഞതോ കഴിക്കാൻ? കഴിക്കുന്നുണ്ടല്ലോ. 7 ആപ്പിള്, 2 കിലോ ഓറഞ്ച്, 500 മുന്തിരി. ഇത്രയൊക്കെ ഒരു നേരം എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റൂ? എടാ ഞാൻ നിന്റെ ഭക്ഷണത്തിന്റെ കാര്യം ഒന്നും ഇങ്ങോട്ട് പറയണ്ട. ഈ പരുവത്തിൽ ഇവിടെ എത്തിക്കാൻ ഞാൻ പെട്ടപാട് എനിക്കേ അറിയൂ. വേറെ എന്തെങ്കിലും വേണോ? വേണം. എന്താ? ആ നായിന്റെ മോനിലെ ഔക്കറ് അവനെ നീ ഒന്ന് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി തരുവോ? എന്തിനാ? ഓന്റെ ചെള്ളക്കൊന്ന് കൊടുക്കാനാ. നിനക്കറിയോ, ആ ഹമുക്ക് നായി എണ്ണയും തേച്ച് കുളത്തിലേക്ക് ഇറങ്ങിയ എന്നോട് സക്കൃത്ത നിങ്ങളെ കണ്ട ആലോ മുറിച്ച കത്തി പോലുണ്ടെന്ന് പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. ആ നിമിഷം വീണ ഞാൻ ചെന്നെണീറ്റത് കുളത്തീന, അറിയോ? നാളെ നീന്തൽ മത്സരത്തിന് പങ്കെടുക്കാൻ വേണ്ടി ഡൽഹിക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് അത്തലെത്താ ഞാൻ. ഒക്കെ കൂടി മൂരി വണ്ടി നടുവോടിച്ചതുപോലെ കിടക്കുന്നത് കണ്ടില്ലേ? കരയൂ ഞാൻ. നിന്റെ ലോൺ എന്താ സുഗുണ? ലോണിന്റെ അടവ് തെറ്റിക്കിടക്കുക. 15 ദിവസത്തിനുള്ളിൽ കുടിശ്ശിക മുഴുവൻ അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യുന്ന പറഞ്ഞേക്കണേ. 2 പഴം കൊണ്ടാ. അപ്പൊ ലോൺ വാങ്ങിട്ട് ഇതുവരെ അടച്ചു തീർത്തില്ലേ? ആ നിത്യപ്പിരിവാരെ കൈ കൊടുത്ത് ഒരുവിധം കടം വീട്ടിൽ കൊണ്ടിരുന്നതാ. അപ്പഴാ ഓട്ടോറിക്ഷക്കാരന്റെ കൂടെ അവൾ ഒളിച്ചോടിപ്പോയത്. അങ്ങനെ അടവും തെറ്റി. പവിക്ക് എന്താ വേണ്ടേ? പഴലുള്ളൂ, അത് മതി. ഇടക്ക് ഇവിടെ നല്ല കച്ചവടമായിരുന്നല്ലോ സുഗുണ. പൊറാട്ടയും കോഴി പൊരിച്ചോൻ ചപ്പാത്തിയൊക്കെ ആയിട്ട് ഇപ്പൊ എന്തു പറ്റി? അതാ മണലൂറ്റാരുള്ളപ്പോഴല്ലേ. ഇപ്പൊ പഞ്ചായത്ത് പാസും നിർത്തി, പുഴ സംരക്ഷണക്കാരും മതിലും കെട്ടി. ഇവന്മാരൊക്കെ എന്റെ കഞ്ഞികുടി മുട്ടിക്കാൻ ഇറങ്ങി തിരിച്ചതാണോ തോന്നുന്നത്. അയ്യോ, ഇനി എന്തൊക്കെ പുതിയതാണോ ഉണ്ടാക്കാൻ പോകുന്നത്? കരീമിന് എന്താ വേണ്ടേ? ഒരു സ്ട്രോങ് ചായ. കഴിക്കാൻ? പഴം. പഴമില്ല. പഴണ്ട്, ഒരു കൊല മുഴുവനായിട്ടുണ്ട്. ചായ എപ്പ എടുക്കാം? വേണ്ട, ഞാനെടുത്തോളാം. കുടിക്കേ. ചൂട് തന്നല്ലേ കരീമേ? ഇല്ല, കുടിക്കേ. എന്റെ നാവ് കൊള്ളും കരീമേ. കുടിക്കണ നായേ. ഇന്നത്തോടെ കച്ചവടം ചെയ്യുന്ന എങ്ങനെയാന്ന് നിന്നെ ഞാൻ പഠിപ്പിക്കും. കഴിക്കടാ. ഇല്ലല്ലേ, കഴിക്കടാ. കൊണ്ട് ഞാൻ കഴിപ്പിക്കും. ഇനി ഖരീമിന്റെ മുമ്പിലെങ്ങാനും നീ വിളച്ചിൽ കാണിച്ചാ നീയും നിന്റെ ഈ ചായക്കടയും പച്ചയും കത്തും. ഓർത്തോ, എല്ലാവരോടും കൂടിയാ പറയുന്നേ. നിനക്കെന്തെങ്കിലും പറ്റിയോ? ഇത് അവന്റെ സ്ഥിരം പരിപാടിയാ. എപ്പ കേറി വന്നാലും അവൻ എന്തെങ്കിലും അക്രമം കാണിക്കും. നീ എന്തിനാ അവനോട് പഴമില്ലെന്ന് നോണ പറഞ്ഞേ? എങ്ങനെയാ പറയാണ്ടിരിക്ക? ഈ ഒരൊറ്റ മാസം കൊണ്ട് 10,000-2,000 രൂപയ്ക്ക് അവൻ തിന്നു കൊടുത്തത്. കാശ് ചോദിച്ച അവൻ എന്തെങ്കിലും എടുത്തെറിഞ്ഞൊടയ്ക്കും. നല്ല അടികൊള്ളത്തിന്റെ സൂക്കടത്. എന്നാ നിനക്കിപ്പോ കൊടുത്തോടായിരുന്നോ? അത് പിന്നെ എന്ത് പിന്നെ? ഒരു പിന്നില്ല. കരീമിനെ തൊട്ടല്ലേ വീട്ടിൽ കയറി വെട്ടുവാൻ.
ആ സുഗുണം പേടിക്കണ്ട. കൈബലം കൊണ്ട് അവനെ ഒതുക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ അവനെ ഒതുക്കാൻ മറ്റൊരു വഴിയുണ്ട്. ആയിക്കോട്ടെ. എന്താ എല്ലാരും കൂടെ? ഞങ്ങൾ ഉമ്മാനെ കാണാൻ വന്നതാ. എന്തേ? ഇതിലും വലിയതിന് എന്തുണ്ടാവന ആമന താത്ത? ഉമ്മ ഏതായാലും ഭാഗ്യം ചെയ്ത ഉമ്മയാ. ആ ഭാഗ്യം കൊണ്ടാണല്ലോ ഉമ്മക്ക് ഇങ്ങനൊരു തങ്കക്കൂടത്തിനെ പ്രസവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത്. നീ ആ മുഖത്തേക്ക് നോക്കി. എന്താണ് ആ മുഖത്തിന്റെ ഒരു ഐശ്വര്യം? ആ തേജസ്സോ. പക്ഷെ പറഞ്ഞിട്ടെന്താ, എറിയാൻ അറിയുന്നവന് ദൈവം പണ്ടേ വടി കൊടുത്തിട്ടില്ല. നിങ്ങൾ എന്തൊക്കെയായി പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഒക്കെ മനസ്സിലാക്കി തരാ. ആമന താത്ത, ഇന്നത്തെ ദിവസം തൊട്ട് നിങ്ങളും ഞങ്ങളും രക്ഷപ്പെടാൻ പോവാ. ഉമ്മക്ക് മനസ്സിലായില്ലേ? നമ്മള് രക്ഷപ്രഭുക്കളാൻ പോവാ. ഉമ്മ, നമുക്ക് ഈ വീട് അങ്ങോട്ട് പൊളിക്കാം. അല്ല, പൊളിച്ചിട്ട് ഓടാക്കാം. എന്തേ? എന്തിനാ ഓടാക്കണേ? പിന്നെ നമുക്ക് വാർത്താനോ ഇത് ബെസ്റ്റ്. വന്ന കാര്യം എന്താ തുറന്നു പറഞ്ഞോളി. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ഞമ്മക്കറിയില്ല. സുഗുണ, അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക. ഞാനൊരു ചെറിയ കച്ചവടക്കാരനാണെന്ന് കുഞ്ഞാൻ താത്തക്ക് അറിയാലോ. എന്റെ ഈ കച്ചവടം തകർക്കാൻ വേണ്ടി നമ്മുടെ ഗുണ്ടക്കരിയും കച്ചയും കെട്ടി ഇറങ്ങിയിരിക്കുക. അവനെ കൊണ്ട് എനിക്ക് വന്ന നഷ്ടം 1 2 അല്ല, 1000 എന്ന് കരുതി അവനെ പിടിച്ചടിക്കാനോ അവന്റെ പേരിൽ കേസ് കൊടുക്കാനോ ഒന്നും എനിക്ക് ധൈര്യമല്ല. ഇയാളുടെ ഈ സങ്കടം കണ്ടപ്പോ ഞാനാ ഔക്കറിനെ പറ്റി പറഞ്ഞത്. ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. പിന്നെ പലരോടും ചോദിച്ചപ്പോ അറിഞ്ഞത് ഈ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കണ്ണു പറ്റിക്കാൻ കഴിവുള്ള കരിനാക്കനാണ് ഔക്കറെന്ന്. ആ കരീമിനെ എനിക്കൊരു പാഠം പഠിപ്പിക്കണം. അതിനുവേണ്ടി ഇവനെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് പറയിക്കാൻ നിങ്ങൾ ഇവനെ എന്റെ കൂടെ ഒന്ന് വിടണം. പണം എത്ര വേണമെങ്കിലും ഞാൻ തരാം. എന്റെ ഉമ്മ, ഇതൊരു നിസാര കേസല്ല, ചെറിയൊരു കൊട്ടേഷൻ. ഉമ്മ ഒന്ന് മനസ്സ് വെച്ചാ മതി. ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടം പോലെ ദമ്പടി വാരാ. ഈ കേരളത്തിൽ പരസ്പരം കൊല്ലാനും കൊള്ളിവെക്കാനും പാറവെക്കാനും എത്ര ആളുകളെ കണ്ടിക്കണ്ട കൊട്ടേഷനുകൾക്കും മന്ത്രവാദികൾക്കും പണം കൊണ്ടു കൊടുക്കുന്നത്. പക്ഷെ നമ്മളൊന്നും മനസ്സ് വെച്ചാൽ ഈ ഓർഡർ ഒക്കെ നമുക്ക് പിടിച്ചെടുക്കാം. അധികമൊന്നും വേണ്ട, കിട്ടുന്നതിന്റെ പാതി. അതെ, 50-50. ഇറങ്ങടാ, ഈ മുറ്റത്ത് ഇറങ്ങി പോവാൻ. അതെ താത്ത, ഞങ്ങളൊരു നല്ല കാര്യമാണല്ലോ പറഞ്ഞത്. മിണ്ടരുത്. ഒരു കരുനാക്കനെ പെറ്റതിന് അനുഭവിക്കേണ്ടത് എന്തൊക്കെയോ അത് മുഴുവൻ അനുഭവിച്ച് സഹിച്ചും പുറത്തും ജീവിക്കാൻ ഞാൻ. അതിന്റെ ഇടയ്ക്ക് എമ്മാരി തോന്നിയാസം പറഞ്ഞ് എന്റെ മുന്നിൽ കേറി വന്നാലുണ്ടല്ലോ, ആമിനാന്റെ കൈന്റെ ചൂടറിയും നിങ്ങൾ ഓരോരുത്തരും. താത്ത, ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് മര്യാദ കണക്കൊക്കെ ഇറങ്ങി പോണാ നല്ലത്. അല്ലെങ്കിൽ ആമിന്റെ സ്വഭാവം അറിയും. ഞാൻ ക്ഷമിച്ചു. ഇത് ആമിന താത്തല്ല, ആരോമലിന്റെ അമ്മായി താത്തേ തോന്നുന്നു. ഒരു കച്ചവടക്കാര് വന്നിരിക്കുന്നു. എന്താ നിങ്ങൾ വിചാരിച്ചേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പറ്റും വിചാരിച്ചിട്ട് എന്നെ വിലക്ക് വാങ്ങാൻ നിങ്ങൾക്ക് അങ്ങനെ ധൈര്യം വന്നടാ. ഈ ഔക്കറിനെ ദേഷ്യം പിടിപ്പിച്ചാണല്ലോ ഏതെങ്കിലും കൊണ്ട് ഞാൻ ചവിട്ടി കൂട്ടി അടുപ്പിലിട്ടാളും മാസായി കൊള്ളി. നിങ്ങൾ അങ്ങനെ വിചാരിച്ചേ? ആമക്ക് ജാതികളാ ഉമ്മാന്റെ അടുത്ത് വന്ന് എന്നെ വിൽക്കണോ വയ്ക്കാം. എങ്ങനെയുള്ള ധൈര്യം വന്ന് കേറി പോടാവുത്ത്. ശരിക്കും എനിക്ക് ദേഷ്യം വന്നമ്മ, ശരിക്കും. The care you can trust. Wellcare Group, Qatar. The care you can trust. Wellcare Group, Qatar. ചൂടുള്ള കഞ്ഞി അത്. ഇനി ഈ ആക്രാന്തം കാട്ടിട്ട് അണ്ണാക്കിലേക്ക് പാരണ്ട, നാക്കിറങ്ങി പോവും. എന്നും ഇവിടെ കഞ്ഞി തന്നെ കഞ്ഞി.
വേറെ മംഗൾ തൊട്ട പഞ്ഞിമ തൊട്ടായിരിക്കണ് എന്നും നിനക്ക് കഞ്ഞി വലിച്ചുടിച്ചിട്ടാ. ബിരിയാണി വെച്ചാരാൻ ബാപ്പ കൊണ്ടുവന്ന് തള്ളുണ്ടല്ലോ ഇവിടെ. നിങ്ങളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്റെ വാപ്പനെ പറഞ്ഞാൽ ചൂടാവൂട്ടോ. അത്രക്ക് നിർബന്ധമാണെങ്കിൽ എന്റെ വാപ്പാനെ പറഞ്ഞോളി, എനിക്കൊരു കുഴപ്പമില്ലല്ലോ. ഈ ചിലക്കാണ്ട് ആ കഞ്ഞിയും കുടിച്ച് എണീറ്റ് പോകണ്ടോക്കറേ. തലക്കുത്തിലെടുത്തിട്ട് വയ്യ, എനിക്ക് ഒരുത്തി കിടക്കണം. എനിക്ക് വേണ്ടല്ലോ വിലക്കമില്ല കഞ്ഞി. നിങ്ങളെന്നാ കുടിച്ചോളി. ഇന്ന് ആരാ എനിക്ക് പൂതിയില്ലാണ്ടല്ലോ ഉമ്മ. ഞാൻ വള്ളം അകത്തുള്ള കൂറക്ക് കഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ കൊടല് കടിച്ചു കൊടുക്കുന്നു മേടിച്ചിട്ടാ ഞാൻ ഈ ഉളുപ്പില്ലാതെ കഞ്ഞി വലിച്ചു കുടിക്കണേ. നന്നായി പോയി. ഒരു ബിരിയാണി ചേരാൻ പറഞ്ഞ അത്ര കാലം നിങ്ങളോട്. എന്റെ കൂടെ എല്ലാ ചെങ്ങന്മാരും വീട്ടിൽ ഒന്നരക്കൊന്നരയാണ് ബിരിയാണിയാ. എന്നാ പിന്നെ എനിക്ക് അവിടെ പോയി ചോദിച്ചു വാങ്ങി തിന്നൂടോക്കറേ. ചോദിക്കാനായിട്ടല്ലോ, തരാനായിട്ടല്ലേ. ഞാനാ പേരെ കയറ്റത്തെയും പറഞ്ഞ അയറ്റങ്ങൾ ഉമ്മേക്കും ഉപ്പാക്കും എന്തെങ്കിലും പറ്റുന്നുള്ള പേടിയായിട്ട് ഞങ്ങൾക്ക്. തൊള്ളേനാവും നന്നായിട്ടില്ല അതൊക്കെ ഉണ്ടാവും. അതിനാദ്യം പെറ്റുള്ളാണ്ട് അവക്കറേ എന്നോട് മേങ്ങ കിട്ടോ ഈ മേങ്ങാലും മേങ്ങിയില്ലെങ്കിലും പോയിട്ടില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരാഴ്ചനുള്ളിൽ എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തന്നില്ലെങ്കിലേ ഈ പെരാന്റെ ഉത്തരത്തുമ്പോൾ ഞാൻ കൊട്ടി തൂങ്ങിയാണ് ചാവും. എന്താ ചാത്തേട്ടാ ശ്വാസം മുട്ടല് പിന്നെയും കൂടിയോ? ഈ വാവെടുക്കുമ്പോ അങ്ങനെയാ. കേറാൻ പറ്റൂലേ, കേറണ്ടോ. കുഞ്ഞാനെ നോക്കിയാ തെറ്റായി അങ്ങനെയല്ല പിടിച്ചാ കൊണ്ടാ ഞാൻ കാണിച്ചു തരാം. ഓൻ അറിയില്ലല്ലേ. ഞാൻ കിട്ടോ എല്ലാവരും നോക്കിട്ടോ ഇങ്ങനെ പിടിച്ചാ ഇങ്ങനെ കണ്ടടച്ചു കേട്ടോ കണ്ടാ. ചാത്തേട്ടൻ നോക്കണെങ്കിൽ ചാത്തേട്ടൻ തെങ്ങുമ്പോ കയറുന്ന കാറ്റം. എന്താണ് കയറ്റം? കാട്ടച്ചമ്മൽ അരണ കയറുന്ന ചേക്ക എന്നെ പോയി. ഓൻ പോവാതെങ്ങനെയാ? വല്ലാത്തൊരു കരുനാക്കന്നെ ചങ്ങായിക്ക്. വാ നമുക്ക് ചാത്താടന്റെ അടുത്ത് പോയോക്കാം. ചാത്തേട്ടാ, ചാത്തേട്ടാ, എന്തേലും പറ്റിയോ? കയ്യൊന്ന് പിടിക്കോ? പിടിക്കടാ. കൊഴപ്പൊന്നുമില്ല. ആ ഒക്കറിപ്പം ഞങ്ങളെ കൂടെ ഉണ്ടേനി. നിങ്ങള് വീണപ്പോഴാ അവൻ പോയത്. നേരോ? വെറുതെ അല്ല ഞാൻ വീണത്. വെറുതെ അല്ല ഞാൻ വീണത്. ഓനുള്ളപ്പോ ഞാൻ തെങ്ങുമ്പോ കയറാൻ നിക്കല്ല. ഞാൻ പോട്ടെ. പോവോ? പോകാം. അയ്യോ അമ്മേ, അമ്മോ.
ഇരിക്കി. എന്തേ എല്ലാരും കൂടെ പതിവില്ലാതെ നമ്മളെ കോലായില് കാര്യായിട്ട് എന്തെങ്കിലും ഉണ്ടോ? കാര്യായിട്ട് ഒരു കാര്യം പറയാൻ തന്നെ ആചാര്യ ഞങ്ങൾ വന്നേ. എന്താണാവോ, പറഞ്ഞോളീ. കാര്യം നമ്മുടെ നാട്ടിൽ പോലീസും കോടതിയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കേസും കൂട്ടം നടക്കണുണ്ട്. പക്ഷേ അവിടേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കും മുമ്പ് ഞങ്ങൾ ഈ മാറങ്കരക്കാര് പണ്ട് മുതലേ ഈ പുത്തമ്പുരയ്ക്കൽ വന്ന് ഒരു തീരുമാനം ചോദിക്കലുണ്ട്. അതെ, പക്ഷേ അതിന് മാത്രം വലിയ കാര്യം എന്താ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ടായത്? കുന്നുമല കുഞ്ഞാമിന്റെ മോനെ ഔക്കറിനെ പറ്റി പറയാനാ ഞങ്ങൾ വന്നേ. ഓന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോ അല്ല പ്രത്യേകിച്ച് നിങ്ങളോടൊന്ന് ചോദിച്ചണല്ലോ. എന്തേ എന്തിനാണ് അജയര് എവിടെന്നോ കുറ്റിയും പറിച്ചു വന്ന കുഞ്ഞാമിനൊക്കെ മോനും 4 സെന്റ് വളച്ചു കെട്ടാ കൊടുത്തത്? ഒറ്റ കാരണം കൊണ്ടല്ലേ ഈ നാട്ടിൽ മുഴുവൻ പൊല്ലാപ്പുണ്ടായത്. അതിനിപ്പോ നിങ്ങൾക്ക് എന്താ ഒരു കുഴപ്പമുണ്ടായത്? ഞമ്മക്ക് കുഴപ്പം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആചാര്യ. കണ്ണും നാക്കും പഴിച്ച ചെക്കനാ. എന്തെങ്കിലും പറഞ്ഞാൽ അത് അമ്പ് കൊള്ളണ പോലെയാ കൊള്ളണത്. ഓനെ കൊണ്ട് ഈ നാട്ടിലുള്ളവർക്ക് പല കേടും കുഴപ്പം പറ്റിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അങ്ങോട്ട് പൊറുക്കാം. അല്ലറ ചില്ലറ കയ്യും കാലും പൊട്ടണതല്ലേ, ഞങ്ങളതങ്ങ് സഹിച്ചു. പക്ഷേ കൊയിലേറ്റക്കാരൻ ചാത്തന്റെ മരണം അത് ഈ നാടിന് വല്ലാത്തൊരു വേദനയുണ്ടാക്കി. അതെന്താ ഔക്കറാ ചാത്തനെ കൊന്നത്? ഏയ് അങ്ങനെ അങ്ങ് തർപ്പിച്ച് പറയാൻ പറ്റില്ല. എന്നാലും ഏകദേശം അങ്ങനൊക്കെ തന്നെയാ കാര്യങ്ങൾ നടന്നത്. നിങ്ങൾ ഇങ്ങനെ വളഞ്ഞ വൈക്ക് മൂക്ക് പിടിച്ചാണ് തെളിച്ചാണ്ട് പറഞ്ഞു കൊടുക്കുന്നേ. നമ്മുടെ വായ്പുറത്ത് അബ്ദുറഹ്മാന്റെ പറമ്പില് തെങ്ങുമ്മ കയറിയായിരുന്നു ചാത്തൻ. ആ പാവം ആവതില്ലാണ്ട് തെങ്ങിന്റെ മുകളിൽ വലിഞ്ഞു കയറണത് കണ്ടപ്പോ കട്ടച്ചുവരിലേക്ക് അരണ കയറണ പോലെ അത്രേ ഔക്കറിന് തോന്നിയത്. ഓനപ്പ തന്നെ അത് പറയുകയും ചെയ്തു. ആ നിമിഷം വീണതാ ചാത്തൻ വല്ലാത്തൊരു ദുരന്തായി പോയി. ഓന്റെ ഒറ്റ വർത്താനം കൊണ്ട് അനാഥരായത് ഒരു കുട്ടിയും പെണ്ണ അറിയാർക്ക്. ഓൻ അങ്ങനെ പറയണ കേട്ടതാരാ? പെരുമ്പത്തുടിയിൽ രാജന്റെ മോൻ കേട്ടിരിക്കുന്നു. ഓനോട് കളിക്കുന്നുണ്ടല്ലോ. ഓനെ കൊണ്ട് ചില്ലറ ദുൽമൊന്നല്ല ആചാര്യ ഉണ്ടായത്. ഇതും ഔക്കറിന്റെ വർത്താനം കൊണ്ട് പറ്റിയതാണോ? അതൊന്നും പറയണ്ട ആചാരേ, അതൊക്കെ വലിയ കഥയാണ്. ആചാര്യ എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി. കാര്യങ്ങൾ പറഞ്ഞതൊക്കെ നേരായിരിക്കും. പക്ഷേങ്കില് ഓൻ പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറ്റിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? ഇനി വിശ്വസിച്ചാ തന്നെ ഞമ്മക്ക് എന്തെങ്കിലും നടപടിയെടുക്കാൻ പറ്റുമോ ഓന്റെ പേരില്? അങ്ങനെ ഒരു നിയമമുണ്ടോ? ആചാര്യ, നിയമത്തിന്റെ വഴിക്ക് നോക്കുമ്പോ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ. പക്ഷേ ഇവിടെ ഈ പറഞ്ഞതൊക്കെ ഓരോരുത്തരുടെ അനുഭവ. എന്താ ഇപ്പൊ ചെയ്യാ? ഞാനൊന്ന് ആമനെ ഔക്കറിനെയും കാണട്ടെ. അത് മതി. ആ കരിനാക്ക ഞാര മുമ്പിലും തൊള്ള തുറക്കാൻ ഞാൻ മതി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാ നടന്നോളി. ഔക്കറ ചൂടായോ? ചൂടാട്ടെ, ഇപ്പൊ കൊണ്ടുവരാ. തുളസിന്റെ പേരിട്ടില്ലേ? എന്നിട്ട് പിന്നെന്താ ഔക്കറ മണ്ണെണ്ണ മണക്കണേ? തീ കത്തിക്കിട്ടേ. അതിനാ മണ്ണെണ്ണ മുഴുവൻ എടുത്ത് പാർന്നല്ലേ? അന്തിക്കേ ഇരുട്ടത്തെ പേടിയാന്ന് പറഞ്ഞു നൊലോളിച്ചാലേ അന്റെ ചന്തിമല തോല് ഉരിഞ്ഞായി. ഓ എന്റെ റബ്ബേ, തലവേദന. ആചാര്യ കേറിക്കോളി. കേറില്ല. ഔക്കറില്ല ഇവിടെ. ഓൻ ഔത്തുണ്ട്. ഔക്കറേ, ഓന്റെ നാക്ക് വിലങ്ങത്തിട്ടുള്ള വർത്താനം കൊണ്ട് ഈ നാട്ടുകാർക്കൊക്കെ പരിക്കാന്ന് കേട്ടല്ലോ ആമിന. എന്താ ആ പറഞ്ഞതിൽ വല്ല നേരുണ്ടോ? ഓൻ അങ്ങനെ പാര് പറ്റിയും പറയില്ല ആചാര്യ. അപ്പോ പുത്തമ്പുരക്കൽ കോലായിൽ വന്ന് ഈ നാട്ടുകാരൊക്കെ പറയുന്നത് നുണയാണെന്നാണോ ഈ പറയുന്നത്? അന്നെ ഓനെ ഈ പൊരയിൽ പാർപ്പിച്ചതിന് ശേഷം ഓനെ പറ്റിയുള്ള കേസ് 1ഉം 2ഉം അല്ല ഞാൻ തീർത്തത്. ഒടുക്കം കൊയിലേറ്റക്കാരൻ ചാത്തൻ ചത്തതടക്കം 65ാമത്തെ പരാതിയാ പുത്തമ്പുരക്കൽ കോലായിലെത്തിയത്. അറിയോ എനക്ക്? നാട്ടുകാരോട് അതും ഇതും പറഞ്ഞ് സബൂറാക്കി പറഞ്ഞയക്കുന്നതിനനുസരിച്ച് ഓന്റെ വർത്താനം കൂടി വരിക, കുറയല്ല. എവിടെ അവൻ? ഇങ്ങോട്ട് ഇറങ്ങിക്കൗക്കറേ. അന്റെ മോന്തായം ഞാനൊന്ന് കാണട്ടെ. ആ വെള്ളാടെ വെക്കൗക്കറേ. ഈ നാട്ടിലുള്ളവരെ കാണുമ്പോ കണ്ണെട്ടണ വർത്താനം എന്തെങ്കിലും പറയാറുണ്ടോ? ഉണ്ടാവുന്നു. അന്റെ അറിയാണ്ടുള്ള വർത്താനം ഇബിലീസെ ഒന്നാടി തന്നാലുണ്ടല്ലോ. അന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞല്ലേ ഔക്കറേ, നാട്ടുകാരെ മുഖത്ത് നോക്കി വേണ്ടാത്ത വർത്താനം പറയരുതെന്ന്. അന്നോട് മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത്? മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂലേ? അന്നെ പെറ്റ കാലം മുതൽക്ക് അന്റെ ഈ ഉമ്മാക്ക് കണ്ണീരും കയ്യ. അനക്കറിയോ, അന്റെ ഈ കരിനാക്കൊണ്ടാണ്
കൊയിലേറ്റക്കാരൻ ചാത്തൻ തെങ്ങുമെന്ന് വീണ് ചത്തതെന്നും പറഞ്ഞ് ആന്റി എന്റെ തള്ളനെയും കൊല്ലാൻ നടക്കുന്ന നാട്ടുകാര്. കുറ്റം മുഴുവൻ ഇപ്പൊ എനിക്കാ. സ്നേഹിച്ചൊരുത്തനെ കെട്ടിയ കുറ്റത്തിന് കുടുംബം പുറത്താക്കിയ ഒരു പെണ്ണ് കണ്ണീ പേർ പെറ്റ് 4-ാം ദിവസം കെട്ടിയോൻ മരിച്ച് എത്തിയുമായപ്പോ ഈ കുട്ടീനെയും കൊണ്ട് എനിക്കിനി പോകാൻ ഈ ദുനിയാവിൽ മറ്റൊരിടല്ലല്ലോ ആചാര്യയെന്നും പറഞ്ഞു വന്നപ്പോ പടച്ചോന്റെ പടപ്പല്ലേന്ന് ഓർത്ത് എനിക്കൊരു ദയ തോന്നിപ്പോയി. അന്ന് ഈ 4 സെന്റ് ഞാൻ വളച്ചു കെട്ടി തന്നില്ലായിരുന്നെങ്കിൽ എനിക്കിതൊന്നും കേൾക്കേണ്ടിയും വരില്ലേന്ന് പറയേണ്ടിയും വരില്ലേ. ആ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പോട്ടെ. പക്ഷെ ഇനി ഇതെന്റെ അവസാനത്തെ പറച്ചില. ഇനി എന്തെങ്കിലും പരാതി അന്റെ പേരിൽ പുത്തംപുരക്കലെ കോലായിലെത്തിയാല് അന്ന് ഈ അബൂബക്കറിന്റെ തനിനിറ എന്താന്ന് ഈ മനസ്സിലാക്കും. അന്നെ ഈ കൈകൊണ്ട് തച്ച് കൊന്നാളും ഞാൻ. മനസ്സിലായിക്കൊണ്ട് അന്നോടും കൂടിയാ ഞാൻ പറയണത്. മനസ്സിലായോ? അബൂബക്കറിനെ മേല പുറത്തിറക്കി എന്നറിഞ്ഞാൽ പോക്കണ്ടില്ലേ ശംഭു, എന്താടാ ശംഭു ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന പോയൊരു തിരിച്ചു വരൂ? നീ ഇല്ലാത്തോണ്ട് ഒരു രസമില്ലടാ ശംഭു. എടാ, നമ്മളാ വാഗപ്പുറത്ത് കണ്ട തത്തക്കൂടില്ലേ, അതില് മുട്ട വിരിഞ്ഞു. നമുക്കത് എടുക്കണ്ടേ? നിന്റെ വീട്ടിൽ തത്തക്കൂടുണ്ട്, നമുക്കതിലിട്ട് വളർത്താം. ഞാനില്ലടാ. എന്താടാ ശംഭു കണ്ണടച്ച അച്ഛന്റെ മുഖ കണ്ണ്. അമ്മയാണെങ്കിൽ എന്നോടൊന്നും മിണ്ടുന്നില്ല, എപ്പോഴും കരച്ചില്ല. മരണത്തെ നമുക്ക് തടുക്കാൻ പറ്റിയോ ശംഭു? ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരിക്കില്ലേ? അതിന് ശംഭുവിന്റെ അച്ഛൻ മരിച്ചതല്ലേ, കൊന്നതല്ലേ? ഇന്ന് അവൻ ശംഭുവിന്റെ അച്ഛനെ കരിനാക്ക് പറ്റിച്ചു. നാളെ ചിലപ്പോ നമ്മുടെ വാപ്പാര നേരക്കാണെങ്കിലോ? ശംഭുവിന്റെ അച്ഛന്റെ പകരം നിന്റെ വാപ്പയാണ്ടിന് ഔക്കറിനെ എറിഞ്ഞു ഞാൻ കൊല്ലും. ഒരു കാര്യം ഉറപ്പാ, ഇനി അവൻ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. വാ ശംഭു, നീ വാ. Quality Hypermarket Salwa Road, Doha, Qatar. Supermarket, department store, 200,000 square feet shopping extravaganza, parking space for more than 1,500 cars, exclusive sari showroom, ladies and gents beauty salon, customer friendly service, high quality products at the lowest prices. Quality Hypermarket Salwa Road, Doha, Qatar. Feel the trust of quality.